നോർത്ത് ബംഗാളിന്റെ കോട്ടയായ സിലിഗുരിയിൽ നിന്ന് മമതാ ബാനർജി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. വരും ദിവസങ്ങളിൽ BJP ഇതിനെ എങ്ങനെ നേരിടും? നമ്മോടൊപ്പം BJPയുടെ ഡാർജിലിംഗിൽ നിന്നുള്ള രണ്ടാം തവണത്തെ MP ആയ രാജു ബിസ്റ്റുണ്ട്. രാജുജി പറയൂ, തൃണമൂൽ അവരുടെ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. BJPയുടെ പ്രചാരണം എവിടെയും കാണാനില്ല. എനിക്ക് തോന്നുന്നത് ഈ ധാരണ അല്പം തെറ്റാണെന്നാണ്. ആദ്യമായിട്ടാണ് പശ്ചിമ ബംഗാളിൽ ഭാരതീയ ജനതാ പാർട്ടി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നത് ഞാൻ കാണുന്നത്. ഇതിനു മുമ്പ് നടന്നിരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നേതൃത്വത്തെയും ചില പ്രധാന നേതാക്കളെയും പ്രവർത്തകരെയും ആശ്രയിച്ചായിരുന്നു മത്സരിച്ചിരുന്നത്. എന്നാൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെയൊന്ന് അനുഭവപ്പെട്ടത്. കേന്ദ്രത്തിലെയോ നമ്മുടെ സംസ്ഥാനത്തിലെയോ ആകട്ടെ, മുഴുവൻ നേതൃത്വവും ബൂത്ത് തലത്തിലുണ്ട്. പശ്ചിമ ബംഗാളിലെ ഏകദേശം 80,000 ബൂത്തുകളിൽ ഇന്ന് മിക്കവാറും എല്ലാ ബൂത്തുകളിലും നമ്മുടെ പ്രവർത്തകർ നിലയുറപ്പിച്ചിട്ടുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ഭാരതീയ ജനതാ പാർട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിന്റെ ഫലം കാണുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മമതാ ദീദിയെക്കുറിച്ച് ചോദിച്ചല്ലോ. പ്രത്യേകിച്ച് നോർത്ത് ബംഗാളിൽ മമതാ ദീദി എപ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ടൂറിസ്റ്റിനെ പോലെയാണ് വരുന്നത്. കഴിഞ്ഞ 15 വർഷമായി ഞാൻ തുടർച്ചയായി കാണുന്നത് നോർത്ത് ബംഗാളിലെ ജനങ്ങൾ എപ്പോഴും TMCയെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതിന്റെ പ്രധാന കാരണം നോർത്ത് ബംഗാളിനോട് എപ്പോഴും വിവേചനം കാണിച്ചിരുന്നു എന്നതാണ്. നിങ്ങൾക്ക് സമീപകാലത്തെ കണക്കുകളും ബജറ്റും എടുത്ത് പരിശോധിക്കാവുന്നതാണ്. ഏകദേശം 4 ലക്ഷം കോടിയുടെ ബജറ്റാണ് പശ്ചിമ ബംഗാളിനുള്ളത്. ആ 4 ലക്ഷം കോടിയിൽ നിങ്ങൾ മദ്രസ ബോർഡിന് 5713 കോടി രൂപയാണ് നൽകുന്നത്. വടക്കൻ ബംഗാളിന്റെ വികസനത്തിനായി അവിടെ 3 കോടി ജനസംഖ്യയുണ്ട്. നിങ്ങൾ വെറും 900 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. എനിക്കൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇതുവരെ സ്ഥാനാർത്ഥികളെ പോലും അന്തിമമായി തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയല്ല. ഞങ്ങളുടെ 39 പേരെ ഒഴികെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ ഇതിനകം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. കൂടാതെ നോമിനേഷന് 15 ദിവസം മുൻപ് തന്നെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ തീരുമാനിക്കപ്പെടുകയും അവർ പ്രചാരണത്തിലാവുകയും ചെയ്തത് ഇതാദ്യമായാണ്. ഇപ്പോൾ ഞാൻ എന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്വയം പ്രചാരണം നടത്തിവരികയാണ്. കൂടാതെ ഇനി ബാക്കിയുള്ള 40 പേരെയും ഉടൻ പ്രഖ്യാപിക്കും. കൂടാതെ പ്രധാനമന്ത്രി ജി ഒരു വലിയ റാലിയെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി ജി ഒരുപാട് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. അതിനാൽ ഞങ്ങൾ ഇതിനകം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. കൂടാതെ ഇത്തവണ നിങ്ങൾ കാണും, 15 വർഷത്തിനു ശേഷം പശ്ചിമ ബംഗാളിന് TMCയിൽ നിന്നും മമതാ ദീദിയുടെ ദുർഭരണത്തിൽ നിന്നും മോചനം ലഭിക്കും. SIRന്റെ വിഷയം ഒരു വലിയ വിഷയമാണ്. 60 ലക്ഷം വോട്ടർമാരുടെ കാര്യം ഇപ്പോഴും അന്തിമമാകാത്തത് BJPക്ക് നേട്ടമാണോ കോട്ടമാണോ? നോക്കൂ, ഇതിനെ ഞാൻ നേട്ടമായോ കോട്ടമായോ കാണുന്നില്ല. എന്നാൽ ഇന്ന് SIRന്റെ കാര്യത്തിൽ പശ്ചിമ ബംഗാളിലെ ജനങ്ങളോട് നടന്ന അനീതിക്കും അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്കും പ്രധാന കാരണം TMCയും മമതാ ബാനർജിയുമാണ്. നോക്കൂ, ഇന്ന് SIR രാജ്യത്തെ ഏകദേശം 12 സംസ്ഥാനങ്ങളിൽ നടപ്പിലായി. എല്ലാ സ്ഥലത്തും സുഗമമായി നടക്കുന്നു. ഒരിടത്തും കോടതി വ്യവഹാരങ്ങളില്ല. പശ്ചിമ ബംഗാളിൽ മാത്രം എന്തുകൊണ്ടാണ് പ്രശ്നം? കാരണം പശ്ചിമ ബംഗാളിൽ SIR നടക്കണമെന്ന് മമതാ ബാനർജി ആഗ്രഹിക്കുന്നില്ല. കാരണം പശ്ചിമ ബംഗാളിൽ SIR നടന്നാൽ മമതാ ബാനർജിയുടെ വോട്ട് ബാങ്കായ റോഹിംഗ്യകളും നുഴഞ്ഞു കയറ്റക്കാരും ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടിവരും. രണ്ടാമത്തെ കാര്യം, SIRനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടാകുമെന്ന് ഞാൻ കാണുന്നില്ല. അതിന്റെ പ്രധാന കാരണം SIR ഭാരതീയ ജനതാ പാർട്ടിയുടെ പരിപാടിയല്ല, ഇന്ത്യ ഗവൺമെന്റിന്റെയും പരിപാടിയല്ല എന്നതാണ്. സർ, ആരാണ് നടത്തുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് 1952 മുതൽ തുടർച്ചയായി SIR നടത്തിവരുന്നു. പിന്നെ ഈ SIRന്റെ മുഴുവൻ പ്രക്രിയയും നടപ്പിലാക്കുന്നത് മമതാ ദീദിയുടെ DM, അവരുടെ SD, അവരുടെ BDO, അവരുടെ ജീവനക്കാർ എന്നിവരാണ്. കൂടാതെ എന്ത് പിഴവുകളോ തെറ്റുകളോ കാലതാമസമോ അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം മമതാ ദീദിയുടെ ഉത്തരവ് പ്രകാരമാണ് നടക്കുന്നത്. നോർത്ത് ബംഗാളിലെ 7 ജില്ലകളിലായി 54 നിയമസഭാ സീറ്റുകളുണ്ട്. അതിൽ 30 കഴിഞ്ഞ തവണ നിങ്ങൾ നേടിയിരുന്നു. 77-ൽ 30. നിങ്ങളുടെ നോർത്ത് ബംഗാളിലെ 7 ജില്ലകളിൽ നിന്നാണ് വന്നത്. ഇത്തവണ ആ കണക്ക് നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുമോ എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം TMCയുടെ മുഴുവൻ ശ്രദ്ധയും നോർത്ത് ബംഗാളിലായിരുന്നു. നോക്കൂ, നോർത്ത് ബംഗാളിലെ 54-ൽ 45-ലധികം സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കാൻ പോകുന്നു. ഞാൻ അതിന്റെ പ്രധാന കാരണം പറയാം. നോക്കൂ, പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ TMCയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നു. അഴിമതിയിൽ നിന്നും, കട്ടുമണിയിൽ നിന്നും, കമ്മീഷൻ രാജിൽ നിന്നും, ഗുണ്ടാ രാജിൽ നിന്നും, പോലീസ് രാജിൽ നിന്നും, ഇന്ന് പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുന്ന നിയമവാഴ്ചയുടെ അവസ്ഥയിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നു. പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ സഹോദരിമാരും പെൺമക്കളും അമ്മമാരും സുരക്ഷിതരല്ല. യുവാക്കൾ പലായനം ചെയ്യാൻ നിർബന്ധിതരാണ്. നിങ്ങൾ നോക്കൂ,
വിദ്യാസമ്പന്നരും സ്വാഭിമാനികളുമായ യുവാക്കൾക്ക് മമതാ ബാനർജി 1500 രൂപ നൽകി. അതിനെ യുവജന ഭത്ത എന്ന പേരിൽ, അതായത് തൊഴിലില്ലായ്മ വേതനം നൽകുകയാണ്. നമ്മുടെ സ്വാഭിമാനികളായ യുവാക്കൾക്ക് 1500 രൂപ. കൂടാതെ മറുവശത്തു നോക്കൂ, ഇന്ന് പശ്ചിമ ബംഗാളിൽ യുവാക്കൾക്കായി 10 ലക്ഷം സർക്കാർ തസ്തികകൾ ഒഴിഞ്ഞിടക്കുകയാണ്, ശൂന്യമായി കിടക്കുകയാണ്. അതിലേക്ക് നിയമനം നടത്തുന്നില്ല. അതിനാൽ യുവാക്കൾ പലായനം ചെയ്യുകയും ഇന്ന് ഗ്രാമങ്ങളിൽ റോഹിംഗ്യകളും നുഴഞ്ഞുകയറ്റക്കാരും താമസമാക്കുകയും ചെയ്യുന്നു. യുവാക്കൾ, സ്വാഭിമാനികളായ യുവാക്കൾ നീതി ആഗ്രഹിക്കുന്നു. ഈ TMCയുടെ ദുർഭരണത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു അവസാന ചോദ്യം, നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെയൊക്കെ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ടോ, എവിടെയൊക്കെ നിലവിലുള്ള സർക്കാർ, അത് അസമാകട്ടെ, അതിനു മുൻപ് ബീഹാർ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ എവിടെയൊക്കെ നിലവിലുള്ള സർക്കാർ സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് പണം നൽകിയിട്ടുണ്ടോ ആ സർക്കാരുകൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിട്ടുണ്ട്. നോക്കൂ, ഇന്ന് മമതാ ബാനർജി 1000 രൂപ നൽകുമായിരുന്നു, ഇപ്പോൾ കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിജ്ഞയാണ്, സ്ത്രീകളുടെ ബഹുമാനത്തിനായി ഞങ്ങൾ അവർക്ക് പ്രതിമാസം 3000 രൂപ നൽകും. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിജ്ഞയാണ്. ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. കൂടാതെ ഇന്ന് മമതാ ദീദി വളരെ തന്ത്രപരമായി വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ചില സ്ത്രീകൾക്ക്, യുവാക്കൾക്ക് തൊഴിലില്ലായ്മ വേതനം നൽകിയിരുന്നതുപോലെ നൽകുന്നു. 85 ലക്ഷം യുവാക്കൾ ഫോമുകൾ പൂരിപ്പിച്ചു. 20 ലക്ഷം യുവാക്കൾക്ക് പോലും ഇന്ന് പണം ലഭിച്ചില്ല. 85 ലക്ഷം യുവാക്കൾ എന്നുവെച്ചാൽ അതിനർത്ഥം മമതാ ദീദി പറഞ്ഞിരുന്ന 4% തൊഴിലില്ലായ്മ നിരക്ക് അത് 14% മാറി എന്നാണ്. അതിനാൽ വളരെ തന്ത്രപരമായാണ് ഇവർ ഇത് ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 15 വർഷമായി മമതാ ദീദിയുടെ ഭരണത്തിലുള്ള ദുർഭരണമാണ് ഇന്ന് പശ്ചിമ ബംഗാളിന്റെ അവസ്ഥ. ഇനി നോക്കൂ, പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്റെ സംസ്ഥാനത്തിനകത്ത് ലോ ആൻഡ് ഓർഡർ ശരിയാകണമെന്നാണ്. കാരണം ഇത് അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള ഒരു സംസ്ഥാനമാണ്. എന്റെ അതിർത്തികൾ സുരക്ഷിതമാകണം. പശ്ചിമ ബംഗാളിലെ യുവാക്കൾ നിസ്സഹായരാകാതെ ശക്തരാകണം. സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. ഞങ്ങൾക്ക് നല്ല ആശുപത്രികൾ ലഭിക്കണം. നല്ല ഡോക്ടർമാരുടെ സൗകര്യവും ലഭിക്കണം. പഠിക്കാൻ നല്ല സ്കൂളുകൾ ലഭിക്കണം. പശ്ചിമ ബംഗാളിലെ സ്വാഭിമാനികളായ ജനങ്ങൾക്കറിയാം, പശ്ചിമ ബംഗാൾ സുരക്ഷിതമായാൽ മാത്രമേ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ എന്ന്. ഇന്ന് മമതാ ദീദിയുടെ നേതൃത്വത്തിൽ പശ്ചിമ ബംഗാളിൽ നടക്കുന്ന സംഭവങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്ന അതേ സംഭവങ്ങളാണ്. ഇന്നലെ സിലിഗുരിയിൽ 16 വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു. അവൾ ആത്മഹത്യ ചെയ്തു. അതിനു പിന്നിൽ പശ്ചിമ ബംഗാളിൽ വന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഇത്തരം കുറ്റവാളികളാണ്. പക്ഷേ ക്രമസമാധാനം ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണല്ലോ. അതായത് DM, SP എന്നിവരെ നിയമിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിങ്ങൾ നുഴഞ്ഞുകയറ്റത്തിൻ്റെ കാര്യം പറഞ്ഞു. എന്നാൽ നുഴഞ്ഞുകയറ്റം നടക്കുന്ന അതിർത്തിയും അവിടെയുള്ള BSFും അതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സേനയാണ്. അപ്പോൾ അതിന് മമതാ ദീദി എങ്ങനെയാണ് ഉത്തരവാദിയാകുന്നത്? ഇത് മാധ്യമങ്ങളുടേതല്ല, ഇത് മമതാ ബാനർജിയുടെ അവരുടെ പ്രസ്താവനയാണ്, അവരുടെ ചോദ്യമാണെന്ന് ഞാൻ പറയും. പിന്നെ നിങ്ങളൊരു കാര്യം നോക്കൂ, അതായത് ബംഗ്ലാദേശുമായി ഇത്രയും നീണ്ട അതിർത്തിയാണ് പശ്ചിമ ബംഗാൾ പങ്കിടുന്നത്. ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും അതിർത്തിയിൽ വേലി കെട്ടുന്ന പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട്. 500 കിലോമീറ്റർ സ്ഥലം ഇപ്പോഴും ബാക്കിയുണ്ട്. അതിനുവേണ്ട ഭൂമി നൽകാനായി ആഭ്യന്തരമന്ത്രി തന്നെ 2 തവണ കൊൽക്കത്തയിൽ വരികയും സർക്കാരുമായി സംസാരിക്കുകയും ഹോം സെക്രട്ടറി മുതൽ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും എത്രയോ തവണ ഇതിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നുവരെ മമതാ ബാനർജി അവിടെ വേലി കെട്ടുന്നതിനും അതിർത്തി അടയ്ക്കുന്നതിനും വേണ്ടി ഭൂമി നൽകിയിട്ടില്ല. കാരണം അവർക്കറിയാം, അവരുടെ വോട്ട് ബാങ്ക് ഇറക്കുമതി ചെയ്ത വോട്ട് ബാങ്ക് ആണെന്ന്. അതുകൊണ്ടാണ് ഇറക്കുമതി ചെയ്ത വോട്ട് ബാങ്ക് വന്നുകൊണ്ടിരിക്കാനായി ആ അതിർത്തികൾ തുറന്നിട്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു നിമിഷത്തേക്ക് ഞാൻ സമ്മതിക്കാം, BSFന് വീഴ്ച പറ്റി, ആർമിക്ക് വീഴ്ച പറ്റി. അപ്പോൾ ആത്യന്തികമായി നുഴഞ്ഞുകയറി അവർ ഗ്രാമത്തിൽ വരുന്നു, നഗരത്തിൽ വരുന്നു, എവിടെയെങ്കിലും പശ്ചിമ ബംഗാളിൽ വരുന്നു. പലയിടത്തും സ്ഥാപിച്ചിട്ടുള്ള പോലീസ് സ്റ്റേഷനുകൾ, പോലീസുകാർ, ഭരണകൂടം. പിന്നെ ഇവരുടെ ജോലി എന്താണ്? കൂടാതെ മൂന്നാമത്തെ കാര്യം, അവരുടെ ആധാർ കാർഡ് ആരാണ് ഉണ്ടാക്കുന്നത്? അവരുടെ വോട്ടർ കാർഡ് ആരാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം വെച്ച് മമതാ ദീദി വളരെ വളരെ തന്ത്രപരമായി തന്റെ പരാജയങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മമതാ ദീദിയുടെ മുന്നിൽ മറ്റൊരു ചോദ്യം, നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? നോക്കൂ, ഞാൻ ഇത്രമാത്രമേ പറയൂ, ഇന്ന് പശ്ചിമ ബംഗാളിൽ സനാതനികളെയും ഹിന്ദുക്കളെയും സ്നേഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി തീർച്ചയായുമില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖ്യമന്ത്രി ആരായാലും അദ്ദേഹം ഹിന്ദു ആയിരിക്കും, അദ്ദേഹം സനാതനിയായിരിക്കും, അദ്ദേഹം പശ്ചിമ ബംഗാളിനെ സ്നേഹിക്കും, അദ്ദേഹം ഒരു ദേശീയവാദിയായിരിക്കും.